അതായത് നമ്മളൊരു പ്രോഡക്റ്റുമായിട്ട് മാർക്കറ്റിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മളെ പ്രോഡക്റ്റ് ആർക്കൊക്കെ അറിയാം. അത് അൺഅവെയർ ആയിട്ടുള്ള കസ്റ്റമർ ഉണ്ടാവും, പ്രോബ്ലം അവെയർനെസ് ഉണ്ട്, സൊല്യൂഷൻ അവെയർ ഉണ്ട്, പ്രോഡക്റ്റ് ഓർ ബ്രാൻഡ് അവെയർനെസ് ഉണ്ട്, മോസ്റ്റ് അവെയർനെസ് ഉണ്ട്. ഇങ്ങനെ ഈ അവെയർനെസ്സുകൾ എന്തെല്ലാമാണെന്നും ഇതെന്തിനാണ് നമ്മൾ നമ്മുടെ പ്രോഡക്റ്റോ അല്ലെങ്കിൽ സർവീസോ സെല്ല് ചെയ്യുന്ന സമയത്ത് നമ്മളിത് എന്തിനാണ് ഉപയോഗിക്കുന്നത് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഹായ്, നമസ്കാരം. ഞാൻ നിങ്ങളുടെ ക്യാമ്പയിൻ സജീവ്. നമ്മൾ പെർഫോമൻസ് മാർക്കറ്റിങ്ങിൻ്റെ അടുത്തൊരു എപ്പിസോഡിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെ നമ്മുടെ പെർഫോമൻസ് മാർക്കറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കേരളത്തിൽ അങ്ങനെ പെർഫോമൻസ് മാർക്കറ്റിംഗ് ചെയ്യുന്നവരും അങ്ങനെ ചെയ്യാൻ സാധ്യത കുറവുള്ള ഒരു മാർക്കറ്റുമാണ് കേരളം പൊതുവേ. അപ്പം നമ്മൾ ഇന്ന് അതിൻ്റെ ഒരു ബേസിക്കായിട്ട് നമ്മളൊരു പ്രോഡക്റ്റുമായിട്ട് മാർക്കറ്റിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ഏറ്റവും ആദ്യം വേണ്ടത് അവെയർനെസ്സുകളാണ്. ഇതിൽ മെയിനായിട്ട് അൺഅവെയർ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് ചെല്ലുന്നത് അല്ലെങ്കിൽ ഒരു സർവീസോ അതിനെ പറ്റിയിട്ട് ആളുകൾക്ക് ഒരു അവെയർനെസ്സും ഉണ്ടാവില്ല. ഈ അവെയർനെസ് ഇല്ലാത്തത് എന്ത് ചെയ്യണം? അവരെ നമ്മൾക്ക് ഈ അവെയർനെസ് ഉണ്ടാക്കി കൊടുക്കണം. അതിനാണ് നമ്മൾ അൺഅവെയർ ആയിട്ടുള്ള കുറേ ആളുകളുണ്ടാവും നമ്മുടെ പ്രോഡക്റ്റ്. അപ്പോൾ അതിന് നമ്മൾക്കൊരു സൊല്യൂഷൻ പോലെ എന്ത് ചെയ്യണം? ഒരു ക്യൂരിയോസിറ്റി, നമ്മുടെ പ്രോഡക്റ്റ് എന്താണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള അൺഅവെയർ ആയിട്ടുള്ള ഓഡിയൻസിനെ നമ്മൾ ടാർഗറ്റ് ചെയ്തിട്ട് അവർക്ക് നമ്മൾ ആ പ്രോഡക്റ്റിൻ്റെ അവെയർനെസ് കൊടുക്കുക. ഇതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. കാരണം നമ്മൾ പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് ചെല്ലുന്ന സമയത്ത് എല്ലാവർക്കും ഈ പ്രോഡക്റ്റ് അറിയണം എന്നില്ല. അപ്പോൾ അത് അറിയണം ഇല്ല എന്ന് പറയുന്നതിൻ്റെ ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത് അത് നമ്മൾ ഡാറ്റ എടുക്കേണ്ടി വരും. നമ്മളെ പ്രോഡക്റ്റ് ഇപ്പോൾ ഒരു റാൻഡംലി ഒരു 10 കസ്റ്റമറെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ, അറിയോ എന്ന് ചോദിക്കുമ്പോൾ തന്നെ ഒരു 100 പേരെ വിളിച്ചിട്ട് എത്ര പേർക്ക് അറിയാമെന്ന് പറയുമ്പോൾ തന്നെ അത് നമ്മുടെ മാർക്കറ്റിൽ നമ്മൾ പ്രോഡക്റ്റ് ആരും അറിയുന്നില്ല എന്നുള്ളതാണ്. പിന്നെ നമുക്ക് രണ്ടാമത് വരുന്ന ഒരു കാര്യമാണ് പ്രോബ്ലം അവെയർ. പ്രോബ്ലം അവെയർ എന്ന് പറയുന്ന സമയത്ത് നമ്മൾക്ക് പ്രോബ്ലം എന്താണെന്നറിയാം, പക്ഷേ അതിൻ്റെ സൊല്യൂഷൻ എന്താണെന്ന് അറിയില്ല. അപ്പം നമ്മൾ ആ സൊല്യൂഷൻ അവെയർ കൊടുക്കുക. എന്താണ് ഇതിൻ്റെ ഈ പ്രോബ്ലം അവെയർ ആയിട്ടുള്ള ആളുകൾ. അപ്പം നമ്മളുടെ ഫോർ എക്സാമ്പിൾ നമ്മളൊരു പ്രോഡക്റ്റായിട്ട് മാർക്കറ്റിലേക്ക് ചെല്ലുന്ന സമയത്ത് അൺഅവെയർ ആയിട്ടുള്ള ആളുകൾക്ക് അത് അറിഞ്ഞതിന് ശേഷം അതിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടാവും. അപ്പോൾ എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത്, അതിനൊരു എംപത്തൈസ് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു പ്രോഡക്റ്റ് ഉണ്ട്, അതിൻ്റെ ആ പ്രോബ്ലം നമുക്ക് സൊല്യൂഷൻ ഉണ്ടെങ്കിൽ എന്തായി, ആ പ്രോഡക്റ്റ് നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റും. അപ്പം പ്രോബ്ലം അവെയർനെസ്സിനെ നമ്മൾ എന്ത് ചെയ്യണം, ട്രാക്ക് ചെയ്തിട്ട് നമ്മൾ ജനങ്ങളിലേക്ക് അതിൻ്റെ സൊല്യൂഷനായിട്ട് ചെല്ലണം. അടുത്തത് വരുന്നതാണ് മെയിൻ അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനം എന്ന് പറയുന്നത് നമ്മളെ പ്രോഡക്റ്റോ ബ്രാൻഡിൻ്റെ ഒരു അവെയറാണ്. അതായത് നമ്മൾ ഇത്രയും നേരം പറഞ്ഞ ഒരു അൺഅവെയറിൽ നിന്ന് ഒരു പ്രോബ്ലം അവെയറിലേക്ക് വന്നിട്ട് ഒരു സൊല്യൂഷൻ അവെയർ വന്നു. അടുത്ത നമ്മളെ പ്രോഡക്റ്റോ ബ്രാൻഡോ അറിയുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് നമ്മൾ പ്രോഡക്റ്റാണോ ബ്രാൻഡാണോ കൺവിൻസ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ സ്ട്രോങ് ആയിട്ട് നമ്മുടെ പ്രോഡക്റ്റ് ചൂസ് ചെയ്യാനുള്ള ഒരു കാരണത്തിൻ്റെ ഒരു അവെയർനെസ്സാണ് നമ്മൾ പിന്നീട് ഉണ്ടാക്കേണ്ടത്. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കസ്റ്റമർ നമ്മളുടെ കൂടെ അല്ലെങ്കിൽ ആ കസ്റ്റമർക്ക് ഇൻസൈറ്റിൽ എന്താണുള്ളത് അതനുസരിച്ചിട്ട് നമ്മൾക്ക് മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ലാസ്റ്റായിട്ട് വരുന്നതാണ് മോസ്റ്റ് അവെയർ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ പ്രോഡക്റ്റിലേക്ക് വരുന്ന ഒരു അർജൻസി. നമ്മളെ പ്രോഡക്റ്റ് എല്ലാവർക്കും അറിയാം, പക്ഷേ അതിനെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റിമോണിയൽസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മളൊരു ബ്രാൻഡിനെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരു ബ്രാൻഡായിട്ട് മാറുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുമല്ലോ. ആ സമയത്തുള്ള മോസ്റ്റ് അവെയർ എല്ലാവർക്കും അതിനെ പറ്റിയിട്ട് നല്ല അവെയർനെസ് ഉണ്ടാവും. നമ്മൾ ആ പ്രോഡക്റ്റ് സിമ്പിളായിട്ട് നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ ഇത്രയും പറഞ്ഞു വന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. നമ്മളൊരു പെർഫോമൻസ് മാർക്കറ്റിങ്ങിൻ്റെ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മളുടെ കസ്റ്റമറെ ഐഡൻറ്റിഫൈ ചെയ്യാൻ, നമ്മളുടെ കൺസ്യൂമർ അല്ലെങ്കിൽ കസ്റ്റമർ ആരാണ്, അവരുടെ ഞാൻ എന്തിനീ പ്രോഡക്റ്റ് വാങ്ങണം, എന്താണ് ഞാനിത്. അതേപോലെ തന്നെ ഒരു ബിസിനസ് ഓണർ ഭാഗത്ത് നിന്ന് ചിന്തിക്കുന്ന സമയത്ത് മെയിനായിട്ട് ഒരു കസ്റ്റമറെ അക്വയർ ചെയ്യുക, അവരെ റിട്ടൻഷൻ ചെയ്യുക, നിലനിർത്തി കൊണ്ടുപോകുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കാരണം അവർക്ക് എത്ര ലൈഫ് ടൈം വാല്യൂ ഉണ്ട് എന്നുള്ളത് പ്രോഡക്റ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട് എന്നുള്ളതും കൂടി ഇതിനകത്തേക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം പെർഫോമൻസ് മാർക്കറ്റിങ്ങിൻ്റെ ഇതേപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇനിയും വരാനുണ്ട്. അപ്പോൾ എൻ്റെ പേജ് ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വെയിറ്റ് ചെയ്യുക. താങ്ക് യു.